ഹായ് കുഞ്ഞുങ്ങളെ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ക്ലാസ് 3 ചാപ്റ്റർ 2 ദ ഫണ്ണി ഷർട്ട്സ് ആണ്. അതിന് മുമ്പായി ടീച്ചറുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്കും ചെയ്യുക, നോട്ടിഫിക്കേഷൻസ് ഓണാക്കിയിടാൻ മറക്കരുത്. കാരണം അടുത്ത ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നോട്ടിഫിക്കേഷൻസ് ഓണാക്കിയിടണം. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അബ്ദുൾ ദ ടൈലർ ആൻഡ് ഹിസ് സൺ ആമിൻ ഹാഡ് എ ഷോപ്പ്. അബ്ദുൾ ഒരു ടൈലറായിരുന്നു അല്ലേ, തയ്യൽക്കാരനായിരുന്നു. അബ്ദുളിൻ്റെ സണ്ണ് മകന് ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു. ആളുടെ പേരെന്തായിരുന്നു? അമീൻ. ഇറ്റ് വാസ് അറ്റ് ദ ടോപ്പ് ഓഫ് എ വെരി ഹൈ മൗണ്ടെയിൻ. എവിടെയായിരുന്നു ആ ഷോപ്പ് ഉണ്ടായിരുന്നത്? മൗണ്ടെയിൻ്റെ മേളിലായിരുന്നു അല്ലേ, ഭയങ്കര പൊക്കത്തിലായിരുന്നു. ഹൈ എന്ന് പറഞ്ഞിരിക്കുന്നത് ഹൈറ്റ് ഉദ്ദേശിച്ചിരിക്കുന്നു കേട്ടോ, വളരെ പൊക്കത്തിലായിരുന്നു. വെനെവർ ദേ ഓപ്പൺ ദ ഡോർസ് ഓർ വിൻഡോസ് ദ ക്ലൗഡ്സ് ഫ്ലോട്ടഡ് ഇൻ ടു ദ ഷോപ്പ്. അവർ വിൻഡോസും ഡോർസൊക്കെ ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ എന്ത് പറ്റും? മേഘങ്ങൾ അകത്തിങ്ങനെ ഒഴുകി നടക്കൂലേ, അത്രയും ടോപ്പിലായിരുന്നു ആ ഷോപ്പ് ഉള്ളത്. അതുകൊണ്ട് കേട്ടോ. അബ്ദുൾ വാസ് നോട്ട് ഏബിൾ ടു സീ എനിത്തിങ് ഇൻസൈഡ് ദ ഷോപ്പ് വെൻ ദിസ് ഹാപ്പൻ. അതിനകത്ത് അബ്ദുളിന് ഒന്നും കാണാൻ പറ്റില്ലായിരുന്നു. കാരണം മേഘങ്ങൾ വന്ന് കയറി കഴിഞ്ഞാൽ അബ്ദുളിനൊന്നും കാണാൻ പറ്റില്ല. അബ്ദുൾ ആരായിരുന്നു? ഒരു ടൈലറായിരുന്നു. ഓക്കെ. വൺ മോർണിംഗ് അബ്ദുൾ സാറ്റ് ഡൗൺ ടു സ്റ്റിച്ച് ക്ലോത്തസ്. ഒരു രാവിലെ എന്ത് ചെയ്തു? അബ്ദുൾ സ്റ്റിച്ച് ചെയ്യാൻ, തുണിയൊക്കെ തയ്ക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുമായിരുന്നു. ഹി ഓപ്പൺ ദ വിൻഡോസ്. എന്ത് ചെയ്തു? നമ്മൾ വെട്ടം കിട്ടാൻ വേണ്ടിയിട്ട് വിൻഡോ ഓപ്പൺ ചെയ്തിട്ടില്ലേ, അതുപോലെ നമ്മുടെ അബ്ദുളും വിൻഡോ ഓപ്പൺ ചെയ്തിട്ടു. സം ക്ലൗഡ്സ് ഫ്ലോട്ടഡ് ഇൻ, ദെൻ സം മോർ, ആൻഡ് സൂൺ ദ ഷോപ്പ് വാസ് ഫിൽഡ് വിത്ത് ക്ലൗഡ്സ്. അപ്പോൾ എന്ത് ചെയ്തു? കുറച്ച് ക്ലൗഡ്സ് അകത്തേക്ക് കയറി, വിൻഡോയിലൂടെ അകത്തേക്ക് കയറി. പിന്നെ കൂടുതൽ ഷോപ്പിനകത്ത് കയറാൻ തുടങ്ങി. അങ്ങനെ ഷോപ്പ് ക്ലൗഡ് കൊണ്ട് ഫില്ലായി. ക്ലൗഡ് എന്ന് പറഞ്ഞാൽ മേഘമാണ് കേട്ടോ. അബ്ദുൾ സാറ്റ് ആൻഡ് സ്റ്റിച്ച്ഡ്. ഹി കുഡ് നോട്ട് സീ എ തിങ് ബട്ട് ഹി സ്റ്റിച്ച്ഡ് ആൻഡ് സ്റ്റിച്ച്ഡ്. അബ്ദുളിന് ഒന്നും കാണാൻ പറ്റിയിരുന്നില്ല അല്ലേ? കാരണം എന്താ? ക്ലൗഡ്സ് കൊണ്ട് നിറഞ്ഞിട്ട് ഒന്നും കാണാൻ പറ്റിയിരുന്നില്ല. പക്ഷെ എന്തായിരുന്നു? തയ്ച്ചു കൊണ്ടേ ഇരിക്കുമായിരുന്നു. വെരി സൂൺ ഹി സ്റ്റിച്ച്ഡ് 3 ഷർട്ട്സ്. പെട്ടെന്ന് അബ്ദുൾ എന്ത് ചെയ്തു? 3 ഷർട്ട് തയ്ച്ചു കഴിഞ്ഞു. ബട്ട് ഓൾ 3 ഹാഡ് സംതിങ് റോങ് വിത്ത് ദം. എന്തു പറ്റി? ആ 3 ഷർട്ടിനും എന്തൊക്കെയോ തെറ്റ് പറ്റിയല്ലേ. 1 ഷർട്ട് ഹാഡ് 4 സ്ലീവ്സ്. ഒരു ഷർട്ടിന് 4 കൈയാണുള്ളത്. ഓക്കെ. ദ അതർ ഷർട്ട് ഹാഡ് ഓൺലി 1 ലോങ് സ്ലീവ്. മറ്റേ ഷർട്ടിനാണെങ്കിലോ നീളമുള്ള ഒരൊറ്റ കൈയുള്ളൂ. ദ ലാസ്റ്റ് വൺ ഹാഡ് നോ സ്ലീവ്സ്. ലാസ്റ്റ് തയ്ച്ച ഷർട്ടിനാണെങ്കിലോ ഒറ്റ കൈയില്ല അല്ലേ. എന്താ ഇപ്പോൾ ഉള്ളത്? ജസ്റ്റ് ദ നെക്ക്, ഒരു കഴുത്ത് മാത്രമേ ഉള്ളൂ. സൂൺ അമീൻ കെയിം ഇൻ. ഹി സോ ദ ഷർട്ട്. എന്ത് പറ്റി? മകൻ വന്നപ്പോൾ എന്ത് പറ്റി? ഈ ഷർട്ട് തയ്ച്ചു വെച്ചതിനെ കണ്ടു അല്ലേ. വാട്ട് ഹാവ് യു സ്റ്റിച്ച്ഡ് ചോദിക്കുകയാണ്. വാട്ട് ഹാവ് യു സ്റ്റിച്ച്ഡ് ഈ ആസ്ക്ഡ് ഹിസ് ഫാദർ. ഫാദറിനോട് ചോദിക്കുകയാണ്, എന്താണ് ഈ തയ്ച്ചു വെച്ചിരിക്കുന്നത് അല്ലേ. നോ വൺ ഈസ് ഗോയിങ് ടു ബൈ ദീസ് ഫണ്ണി ഷർട്ട്. ആരും ഈ ഷർട്ട് വാങ്ങിക്കാൻ പോകുന്നില്ല. കാരണം ഇത് വളരെ ഫണ്ണിയാണ് അല്ലേ, തമാശയാണ് തയ്ച്ചു വെച്ചിരിക്കുന്നത്. നമ്മളൊക്കെ തയ്ക്കുമോ? ഒരു കൈയും 2 കൈയൊക്കെ ഉള്ള ഷർട്ട് തയ്ക്കുമോ? ഇല്ല. ഐ തിങ്ക് യു കാൺട് സീ പ്രോപ്പർലി, യു നീഡ് സ്പെക്ടാക്കിൾസ്. മകൻ പറയാണ്, അച്ഛനൊന്നും കാണാൻ പറ്റില്ല, അച്ഛന് ഒട്ടും കാണാൻ പറ്റില്ലാത്ത കാരണം എന്ത് വാങ്ങണം? സ്പെക്ടാക്കിൾസ്. നമ്മൾ സ്പെക്സ് എന്ന് പറയും ചുരുക്കി കേട്ടോ. കണ്ണട വാങ്ങിക്കണം എന്നാണ് കുട്ടി പറയുന്നത്. താഴെ നോക്കാം. സോ ഓഫ് ദേ വെൻറ്റ് ടു ദ ഡോക്ടർ. അവരെന്ത് ചെയ്തു? ഒരു ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് പോയി. മൈ ഫാദർ നീഡ് സ്പെക്ടാക്കിൾസ്. എൻ്റെ അച്ഛന് കണ്ണട വേണം. ഡോക്ടറോട് മകൻ പറയുകയാണല്ലേ. ഹി കാൺ സീ പ്രോപ്പർലി. അച്ഛനൊന്നും ശരിയായിട്ട് കാണാൻ പറ്റുന്നില്ല. അമീൻ ടോൾഡ് ദ ഡോക്ടർ. അമീൻ ഡോക്ടറോട് പറഞ്ഞു. You see, he stitched 3 funny shirts. Now no one is going to buy them. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? അദ്ദേഹം 3 ഷർട്ടുകൾ തയ്ച്ചു വെച്ചിരിക്കുകയാണ്. ഫണ്ണി ഷർട്ടുകൾ തയ്ച്ചു വെച്ചിരിക്കുകയാണ്. ഇതിനി ആരും പൈസ കൊടുത്ത് വാങ്ങാൻ പോകുന്നില്ല എന്ന് മകൻ ഡോക്ടറോട് പറയുകയാണ്. ലുക്ക് അറ്റ് ദീസ് ഷർട്ട്സ് വിത്ത് ജസ്റ്റ് 1 ലോങ് സ്ലീവ്. അപ്പോൾ അമീൻ ഡോക്ടറോട് പറയാണ്, നിങ്ങളിത് കാണൂ ഡോക്ടർ, ഇതൊരു ലോങ് സ്ലീവായിട്ടുള്ള നല്ല നീട്ടമുള്ള കൈയുള്ള ഒരു ഷർട്ടാണ് തയ്ച്ചു വെച്ചിരിക്കുന്നത്. ദ ഡോക്ടർ ജംപ്ഡ് ഫ്രം ഹിസ് ചെയർ ആൻഡ് സെഡ്. ഡോക്ടർ എന്ത് ചെയ്തു? പെട്ടെന്ന് ഇരുന്ന കസേരന്ന് ചാടി അങ്ങോട്ട് എണീറ്റു. ഗീവ് ദിസ് ഷർട്ട് ടു മീ. എനിക്ക് ഈ ഷർട്ട് തരുമോ? എനിക്ക് തരാമോ ഈ ഷർട്ട് എന്ന് ചോദിച്ചു. ദിസ് ഈസ് ജസ്റ്റ് ദ തിങ്സ് ഐ വാസ് ലുക്കിംഗ് ഫോർ.
ആ ഈ ഒരു സാധനമാണ് ഞാൻ ഇത്രയും നാൾ നോക്കിക്കൊണ്ട് നടന്നിരുന്നത് എന്നാണ് നമ്മുടെ ഡോക്ടർ പറയുന്നത്. ആരോട്? അമീനോട്. അമീൻ്റെ ഫാദർ അബ്ദുൾ ആണ് ആ ഷർട്ടൊക്കെ തയ്ച്ചു വെച്ചിരിക്കുന്നത് അല്ലേ. ഹീ പെയ്ഡ് അബ്ദുൾ ഫോർ ദ ഷർട്ട് ആൻഡ് ഗേവ് ഹിം എ പെയർ ഓഫ് സ്പെക്ടാക്കിൾസ്. നമ്മുടെ അബ്ദുളിന് വേണ്ടിയിട്ട് ഷർട്ടിൻ്റെ പൈസ ഡോക്ടർ കൊടുത്തിട്ട് ശേഷം ഒരു പെയർ സ്പെക്ടാക്കിൾസ് കണ്ണടയും ഡോക്ടർ കൊടുത്തു. അടുത്ത പേജ് നമുക്ക് നോക്കാം. ഗേവ് ഹിം ലോഡ്സ് ഓഫ് ക്യാരറ്റ്സ് ടു ഈറ്റ് ഹി ആഡഡ്. ഡോക്ടർ എന്ത് പറഞ്ഞു? ഇച്ചിരി ക്യാരറ്റ്സും വാങ്ങിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. മകനോട് പറയാണ് കുറച്ച് ക്യാരറ്റും വാങ്ങിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു അല്ലേ. ദ ഡോക്ടർ വെൻറ്റ് ഹോം ആൻഡ് പുട്ട് ദ ഫണ്ണി ഷർട്ട് ഓൺ ഹിസ് ജിറാഫ്. ഡോക്ടർ എന്ത് ചെയ്തു? ആ ഷർട്ട് കൊണ്ട് വീട്ടിലേക്ക് പോയിട്ട് ആ ഫണ്ണി ഷർട്ട് ആർക്ക് കൊടുത്തു? ജിറാഫിനിട്ട് കൊടുത്തു. ദെയർ ഹി സെഡ് യു റിയലി ലുക്ക് ഹാൻസം. ജിറാഫിനോട് പറയുകയാണെന്ത്? നിന്നെ കാണാൻ ഇപ്പോൾ ഭയങ്കര ഭംഗിയുണ്ട്, ഹാൻസം ആണെന്ന് പറഞ്ഞു. അപ്പോൾ ആ നല്ല നീട്ടമുള്ള സ്ലീവ്സ് നമ്മുടെ ജിറാഫിന് പാകമായിട്ടോ. അങ്ങനെ ഒരു ഷർട്ട് വിറ്റു. അബ്ദുൾ ആൻഡ് ആമിൻ വെൻറ്റ് ടു ബൈ ക്യാരറ്റ്. ഇനി എങ്ങോട്ടാണ് പോണത്? നമ്മൾ അബ്ദുളും ആമിനും കൂടെ ക്യാരറ്റ് വാങ്ങാൻ പോയി. ഡോക്ടർ പറഞ്ഞില്ലേ ക്യാരറ്റ് വാങ്ങണമെന്ന്. അപ്പോൾ ക്യാരറ്റ് വാങ്ങാൻ വേണ്ടി പോയി. വി വാണ്ട് സം ക്യാരറ്റ്സ് സെഡ് ആമിൻ. യു സീ മൈ ഫാദർ കാൺട്ട് സേ ഇറ്റ് പ്രോപ്പർലി ആൻഡ് സോ ഹീ സ്റ്റിച്ച്ഡ് 3 ഫണ്ണി ഷർട്ട്സ്. നമ്മുടെ ആമിൻ അവിടെയും പോയിട്ട് പറഞ്ഞു എന്ത്? എൻ്റെ അച്ഛന് നേരെപ്പാടിനെ കാണാൻ പറ്റില്ല, അതുകൊണ്ട് കുറച്ച് ക്യാരറ്റ് വേണമെന്ന് ഡോക്ടർ പറഞ്ഞു അല്ലേ. അച്ഛനാണെങ്കിലും ഒന്നും കാണാൻ പറ്റാത്ത കാരണം ഫണ്ണി ആയിട്ടുള്ള ഷർട്ടുകളാണ് തയ്ച്ചു വെച്ചിരിക്കുന്നത്. നിങ്ങളത് കാണുന്നുണ്ടോ എന്നാണ് നമ്മുടെ ആരോട് ചോദിക്കുന്നത്? ക്യാരറ്റ് വാങ്ങാൻ പോയി ചേട്ടനോട് ചോദിക്കുന്നത് അല്ലേ. ഹീ സ്റ്റിച്ച്ഡ് 3 ഫണ്ണി ഷർട്ട്. ഫണ്ണി ഷർട്ട് 3 തയ്ച്ചു എന്ന് അമിൻ അവിടെയും പറഞ്ഞു കേട്ടോ. ലുക്ക് അറ്റ് ദിസ് വൺ വിത്ത് 4 സ്ലീവ്സ് ഇൻസ്റ്റെഡ് ഓഫ് 2. എന്ത് പറ്റി? 2 ഉള്ളതിനകത്ത് ഒരെണ്ണം 4 സ്ലീവ്സ്, 4 കൈയുള്ള ഷർട്ടാണ് തയ്ച്ചു വെച്ചിരിക്കുന്നത് എന്ന് പറയാണ് കേട്ടോ. 4 സ്ലീവ്സ്, ദാറ്റ് ഈസ് വണ്ടർഫുൾ. അപ്പോൾ നമ്മുടെ ദേ കടക്കാരൻ, വെജിറ്റബിൾ കടക്കാരൻ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയി. പുള്ളി ചോദിക്കണം 4 കൈയോ? അത് കൊള്ളാലോ. സെഡ് ദ വെജിറ്റബിൾ സെല്ലർ. വെജിറ്റബിൾ സെല്ലർ അങ്ങനെ പറഞ്ഞില്ലേ, 4 കൈയാണെങ്കിൽ കൊള്ളാം എന്ന് പറഞ്ഞു. ഹി പെയ്ഡ് അബ്ദുൾ ഫോർ ദ ഷർട്ട് ആൻഡ് ഗേവ് ഹിം സം ക്യാരറ്റ്സ്. അബ്ദുളിൻ്റെ ആ ഷർട്ടിന് വേണ്ടിയിട്ട് പൈസ കൊടുത്തതിന് ശേഷം ആ ഷർട്ട് നമ്മുടെ വെജിറ്റബിൾ സെല്ലർ വാങ്ങിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? ക്യാരറ്റും കൊടുത്തു. ദെൻ ഹി കോൾഡ് ഔട്ട് റഫ് കം ഹിയർ. പിന്നെ ആരെയാണ് വിളിച്ചത്? അകത്തേക്ക് നോക്കിയിട്ട് റഫ് കം ഹിയർ. റഫിനെ വിളിച്ചു. ആരായിരിക്കും റഫ്? ഫ്രം ഇൻസൈഡ് ദ ഹൗസ് കെയിം എ വാച്ച് ഡോഗ്. കാവൽക്കാരനായ നായ, അതിൻ്റെ പേരാണ് റഫ്. റഫ് വന്നു അല്ലേ. The vegetable seller put the 4 sleeve shirt on the dog and said, "This is just the right size for you." വെജിറ്റബിൾ സെല്ലർ നമ്മുടെ റഫിന് ആ ഷർട്ട് ഇടിപ്പിച്ചതിന് ശേഷം പറഞ്ഞു, നിൻ്റെ കറക്റ്റ് സൈസാണ് ഇത്. റഫ് ബാക്ക് ടു സേ താങ്ക് യു. നായ കുറച്ചുകൊണ്ട് നന്ദി പറഞ്ഞല്ലേ. അബ്ദുൾ ആൻഡ് ആമിൻ നൗ ഹാഡ് സം മണി. ആമിൻ സെഡ്, ലെറ്റ്സ് ബൈ എ ലാമ്പ്. ദേ വെൻറ്റ് ടു എ ലാമ്പ് സെല്ലർ. അബ്ദുളും അമീൻ്റെ കയ്യിൽ എന്ത് കിട്ടി? പൈസ കിട്ടി. 2 ഷർട്ട് വരും പൈസ കിട്ടി. അപ്പോൾ അതുകൊണ്ട് അമീൻ എന്ത് പറഞ്ഞു? നമുക്കൊരു ലാമ്പ് വാങ്ങാമെന്ന് പറഞ്ഞില്ല. ലാമ്പ് എന്നാ? ഒരു വിളക്ക് അല്ലേ. അങ്ങനെ ലാമ്പ് സെല്ലറുടെ അടുത്തേക്ക് പോവുകയാണ് കേട്ടോ. പ്ലീസ് ഷോ അസ് എ ലാമ്പ്, അമീൻ സെഡ്. എന്താ പറഞ്ഞ അമീൻ? ഒരു ലാമ്പ് തരൂ എന്ന് പറയുകയാണല്ലേ, കാണിച്ചു തരൂ. മൈ ഫാദർ ഈസ് എ ടൈലർ. എൻ്റെ അച്ഛൻ ഒരു തയ്യൽക്കാരനാണ്. ഹീ കാണ്ട് സീ വെൻ ക്ലൗഡ്സ് എൻ്റർ അവർ ഷോപ്പ്. ഞങ്ങളുടെ ഷോപ്പിലേക്ക് മേഘങ്ങൾ കയറി വന്നാൽ അദ്ദേഹത്തിനൊന്നും കാണാൻ പറ്റുന്നില്ല. ലുക്ക് അറ്റ് ദിസ് ഫണ്ണി ഷർട്ട് ഹി ഹാസ് മെയ്ഡ്. അദ്ദേഹം നിർമ്മിച്ച ഈ ഫണ്ണി ആയിട്ടുള്ള ഷർട്ട് നിങ്ങൾ നോക്കൂ. ഇറ്റ് ഹാസ് നോ സ്ലീവ്സ് ഓൺലി എ നെക്ക്. ഇതിന് കൈകളൊന്നുമില്ല, ആകെ ഒരു കഴുത്ത് മാത്രമേ ഉള്ളൂ. ഹി ആഡഡ്. അവൻ കൂട്ടിച്ചേർത്തു പറഞ്ഞു. The lamb seller looked at the shirt and thought for some time. ലാം സെല്ലർ എന്ത് ചെയ്തു? ആ ഷർട്ടിലേക്ക് കുറച്ച് നേരം നോക്കിയ ശേഷം ചിന്തിച്ചു. He then said, only a neck. എന്നിട്ട് ചോദിച്ചു, ഒരു കഴുത്തുള്ളോ? Sell it to me. എനിക്കത് തരുമോ? എനിക്കത് വിൽക്കുമോ? It is just what I want. എനിക്ക് ഇതായിരുന്നു ആവശ്യമുള്ളത്, അത്യാവശ്യമായിട്ടുള്ളത് ഇതായിരുന്നു. But promise to stitch another one for me. പക്ഷേ എനിക്ക് ഒരു പ്രോമിസ് ചെയ്യണം, ഒരു വാക്ക് നൽകണം, ഇതുപോലത്തെ വേറെ ഒരെണ്ണം തയ്ച്ചു തരും എന്ന്. അബ്ദുൾ നോഡഡ് ഹാപ്പിലി ആൻഡ് സെഡ്, ഓഫ് കോഴ്സ് ഐ വിൽ. അബ്ദുൾ എന്ത് ചെയ്തു? അതോ ഓർമ്മിച്ചു വെച്ചു, കുറിച്ചു വെച്ചു. ഞാൻ തീർച്ചയായിട്ടും തയ്ച്ചു തരാമെന്ന് അബ്ദുൾ പറഞ്ഞു. ഐ ഹാവ് എ സെറ്റ് ഓഫ്
തബലാസ്, എനിക്ക് ഒരു സെറ്റ് തബലയുണ്ട്. ഡസ്റ്റ് ഫോൾ ഓൺ ദം, അതിന് മുകളിൽ എന്താവും, പൊടിയാവും, ഡസ്റ്റാവും. മൈ ഹാൻഡ് ഗെറ്റ് ഡേർട്ടി വെൻ ഐ പ്ലേ ദം, ഞാനത് വായിക്കുമ്പോൾ എൻ്റെ കൈ അഴുക്കാകും. ദീസ് ഷർട്ട് ആർ ഗോയിങ് ടു കവർ ദം ആൻഡ് കീപ് ദീം ക്ലീൻ, എന്തു പറയുകയാണ്, ഇത് വെച്ചത് കവർ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ കൈ ക്ലീനായിട്ട് ഇരിക്കുമെന്ന് ദ ലാംപ് സെല്ലർ സെഡ്, ലാംപ് സെല്ലർ അവരോട് പറഞ്ഞു. ഹി ഗേവ് അബ്ദുൾ സം മണി ആൻഡ് എ ബിഗ് lamp. He said, with this lamp you can see even when clouds come into your shop. അദ്ദേഹം എന്ത് ചെയ്തു, പൈസയും കൊടുത്തു, അതിൻ്റെ കൂടെ വലിയ ലാമ്പിനും കൊടുത്തു. വലിയ ലാമ്പ് കൊടുത്തു കഴിഞ്ഞാൽ പറയാണ്, ഇത് വെച്ച് നിങ്ങളുടെ റൂമിൽ ഇനി ക്ലൗഡ്സ് എന്തെങ്കിലും കാണാൻ പറ്റൂലേ, എല്ലാം കാണാൻ പറ്റും, അത്ര വലിയ ലാമ്പായിരുന്നല്ലേ. ഹൗ റൈറ്റ് ഹി വാസ്. നൗ അബ്ദുൾ സ്റ്റിച്ച് മെനി ഷർട്ട്. അദ്ദേഹം ശരിയാണ് പറഞ്ഞത്. അപ്പോൾ നൗ അബ്ദുൾ സ്റ്റിച്ച് മെനി ഷർട്ട്, ഒരുപാട് ഷർട്ടുകൾ നമ്മുടെ അബ്ദുൾ തയ്ച്ചു കഴിഞ്ഞു. ഹി പുട്ട് ഓൺ ദ ബിഗ് ലാമ്പ് വെൻ എവർ ഹി വാണ്ട്സ് ടു സീ വാട്ട് ഹീ ഈസ് സ്റ്റിച്ചിങ്. അദ്ദേഹം എന്ത് ചെയ്തു, ആ ലാമ്പിൽ താൻ എന്താണ് തയ്ച്ചത് എന്ന് നോക്കി, ആ ലാമ്പിൻ്റെ വെട്ടത്തിൽ തയ്ച്ചത് എന്താണെന്ന് നോക്കി. ദെർ ഈസ് എ സീക്രട്ട് ഐ വാണ്ട് ടു ഷെയർ വിത്ത് യു. ഞാൻ നിങ്ങളോട് ഒരു സീക്രട്ട് പറയാൻ ഉദ്ദേശിക്കുന്നു. സംടൈംസ് അബ്ദുൾ സിറ്റ് ഇൻ ഹിസ് ക്ലൗഡ് ഫീൽഡ് ഷോപ്പ് ആൻഡ് സ്വിച്ച് ഓഫ് ദ ലാമ്പ്. അബ്ദുൾ എന്ത് ചെയ്തു, ആ ക്ലൗഡ് ഫില്ല് ചെയ്തിരിക്കുന്ന, മേഘങ്ങൾ നിറഞ്ഞിരിക്കുന്ന ഷോപ്പിൽ ഇരുന്നതിന് ശേഷം ലാമ്പ് സ്വിച്ച് ഓഫ് ചെയ്തു. ക്യാൻ യു ഗെസ് വാട്ട് ഹീസ് ഡസ് ദെൻ. എന്തിന്, നിങ്ങൾക്കൊന്ന് ഗെസ് ചെയ്യാൻ പറ്റുമോ എന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന്? ഓഫ് കോഴ്സ് ഹീ സ്റ്റിച്ചസ് ദ മോസ്റ്റ് ഫണ്ണി ക്ലോത്ത് ദാറ്റ് യു ക്യാൻ ഫൈൻഡ് ഇൻ ഇറ്റ് മാർക്കറ്റ്. അദ്ദേഹം വളരെ ഫണ്ണി ആയിട്ടുള്ള ഡ്രസ്സുകൾ സ്റ്റിച്ച് ചെയ്യും, അത് നിങ്ങൾക്ക് മാർക്കറ്റിൽ നിന്ന് കണ്ടെത്താൻ പറ്റും. സോ നെക്സ്റ്റ് ടൈം യു ഫൈൻഡ് എ ഫണ്ണി ഡ്രസ് ഇൻ എ ഷോപ്പ്, നിങ്ങൾ ഇനി അടുത്ത ഒരു സമയം മാർക്കറ്റിൽ പോവുകയാണെങ്കിൽ നിങ്ങളൊരു ഫണ്ണി ഡ്രസ്സ് കാണുവാണെങ്കിൽ യു നോ ദാറ്റ് അബ്ദുൾ ഹാസ് സ്റ്റിച്ച്ഡ് ഇൻ ഇറ്റ് വിത്ത് ദ ലാംപ്സ് സ്വിച്ച്ഡ് ഓഫ്. അത് തീർച്ചയായിട്ടും നമ്മുടെ അബ്ദുൾ എന്ത് ചെയ്തിടും, ലൈറ്റ് അണച്ചതിന് ശേഷം, ലൈറ്റ് നിർത്തിയതിന് ശേഷം തയ്ച്ച ഷർട്ടുകളായിരിക്കും അത് എന്ന് നമ്മളോട് പറയുകയാണല്ലേ. നമ്മളിനി മാർക്കറ്റിൽ പോവുകയാണെങ്കിൽ ഫണ്ണി ആയിട്ടുള്ള ഷർട്ടുകൾ കാണുവാണെങ്കിൽ അത് തീർച്ചയായിട്ടും ലൈറ്റ് ഓഫ് ചെയ്തതിന് ശേഷം അബ്ദുൾ തയ്ച്ചതായിരിക്കും. അപ്പോൾ ഇത്രയാണ് ദ ഫണ്ണി ഷർട്ട് എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് പറയുന്നത്. ഇതിൻ്റെ മലയാളം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതുപോലെ ടീച്ചറുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മാത്രമല്ല ടീച്ചർക്ക് ശ്യാമാസ് അക്കാഡമി എന്ന് പറയുന്നൊരു ഓൺലൈൻ ട്യൂഷനുണ്ട്. അപ്പോൾ താഴത്തെ നമ്പർ കൊടുത്തിരിക്കാം, വേണ്ടപ്പെട്ടവർക്ക് ആവശ്യമുള്ള കുട്ടികൾക്ക് ടീച്ചറെ കോൺടാക്റ്റ് ചെയ്യാം. ഓൺലൈൻ ട്യൂഷനിൽ 1 മുതൽ 7 വരെയുള്ള സ്റ്റേറ്റ് സിലബസും 1 മുതൽ 5 വരെയുള്ള CBSE സിലബസാണ് ഹാൻഡിൽ ചെയ്യുന്നത്. താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. നമ്മുടെ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു, അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.